വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ മറവിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയതായി പരാതി. പണം നഷ്ടമായ എറണാകുളം കാലടി സ്വദേശിനിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട സ്വദേശി സിനോബ് ജോർജ് അടക്കം 4 പേർക്കെതിരെ കാലടി പോലീസ് കേസെടുത്തു. സിനോബ് എന്നയാളുടെ ഉടമസ്ഥതയിൽ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന ബ്ലൂ മിസ്റ്റി ടൂർസ് ആൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം മുഖേന ന്യൂസിലാൻഡിൽ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് 5.5 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം വാഗ്ദാനം ചെയ്ത ജോലി നൽകിയില്ലെന്നും ജോലിക്കായി നൽകിയ പണം തിരികെ കൊടുത്തില്ലെന്നുമാണ് പരാതി. ആദ്യഘട്ടം 1 ലക്ഷം രൂപയും വിസ ലഭിക്കുമ്പോൾ ബാക്കി തുക കൈമാറണമെന്നുമായിരുന്നു വ്യവസ്ഥ. എന്നാൽ വാട്സപ്പിൽ വ്യാജ വിസ അയച്ചു തന്ന ശേഷം ഇയാൾ ബാക്കി പണം കൈക്കലാക്കുകയായിരുന്നുവെന്ന് പരാതിക്കാർ ആരോപിച്ചു. വിസ എന്ന് പറയുന്നത് ഇട്ട് തരുന്നതെന്ന് വെച്ചാൽ ഹൈഡ് ചെയ്തൊരു പേപ്പറാണ് ഇട്ട് തരുന്നത്. ആ പേപ്പറിൽ ഇട്ട് കഴിയുമ്പം ഒരു 3 മണിക്കൂറിനുള്ളിൽ 4.5 ലക്ഷം രൂപ നമ്മളോട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയാം. നമ്മളിപ്പോൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ട്രിവാൻഡ്രം ഓഫീസിലെ ദുർഗയുടെയും മറ്റേ സിനോബിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒക്കെ മുഖ്യ കണ്ണിയായിട്ട് ഒരാളുണ്ട്, നോബിൾ എന്ന് പറയുന്ന ആൾ. അയാൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്. നമുക്കിത് ഫേക്കാന്ന് തോന്നിയപ്പോൾ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, ഇത് ഫേക്കല്ലേ, ഞങ്ങൾക്ക് കയറി പോകാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ എമൗണ്ട് തിരിച്ചു തന്നേക്കെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അന്നേരം ഇവർ പറയുന്നത് ഇത് ഒറിജിനലാണ് ചേച്ചി, കുഴപ്പമൊന്നുമില്ല. 30ഓളം പേരാണ് ഇത്തരത്തിൽ ജോലിക്കായി പണം കൈമാറിയത്. സമാന രീതിയിലാണ് കൂടെയുണ്ടായിരുന്നവർക്കും പണം നഷ്ടമായത്. ഇത് ചോദ്യം ചെയ്തതോടെ പണം നോബിൾ എന്നയാൾക്ക് കൈമാറിയെന്ന് സിനോബ് അറിയിച്ചു. ഇതുപ്രകാരം നോബിളിനെ ബന്ധപ്പെട്ടപ്പോൾ പണം തരില്ലെന്ന നിലപാടാണ് അറിയിച്ചത്. ഇതോടെ പരാതിക്കാർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. കടം മേടിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്ത് ലോൺ എടുത്തിട്ടാണ്. കാരണം 2 ലാഖ് സാലറി ഉണ്ട്. നമ്മളിവിടെ കടം മേടിച്ചിട്ടാണെങ്കിലും എങ്ങനെയും വന്നു കഴിയുമ്പോൾ നമുക്കത് വീട്ടാന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ ചെയ്യുകയെല്ലാം ചെയ്തത്. കേരളത്തിൽ ഇതൊരു കേസല്ല, നമുക്കറിയാം. നമ്മൾ ഡെയിലി ന്യൂസിലും ഇതിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പത്രത്തിലും കാണുന്നതാണ്. ഡേ ബൈ ഡേ ഓരോ കേസുകളും കാര്യങ്ങളും വരുന്നുണ്ട്. എന്നാലും നേഴ്സുമാര് ഈ കേരളത്തിലെ തുച്ഛവേതനത്തിനൊന്നും ആകാത്തത് കൊണ്ടാണ് നമ്മൾ വീണ്ടും എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തട്ടിപ്പി പോയി പെടുന്നത്. ഇനി ആർക്കും ഇതുപോലത്തെ ഒരു അവസ്ഥ വരാതിരിക്കണം. ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് കൊടുത്തേക്കുന്ന പൈസയാണ് നമ്മുടെ 5.5 ലക്ഷം രൂപ. അത് നമുക്ക് തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. ദുർഗ ശശി, നോബിൾ, സൈമൺ, ഗ്രീഷ്മ എന്നിവരാണ് കേസിലെ മറ്റു 4 പ്രതികൾ. 1-ാം പ്രതിയായ സിനോബ് സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ജയിലിലാണെന്നും പരാതിക്കാർ പറയുന്നു. ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസിൽ മനുഷ്യക്കിടത്ത് ആരോപിച്ച് തട്ടിപ്പിനിരയായ ഏതാനും പേർ ചേർന്ന് പരാതി നൽകിയിട്ടുള്ളതായും ഇവർ പറഞ്ഞു. ജനം, കൊച്ചി.